പൈസൻ്റെ വരുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ഭയങ്കര അപ്സേഡ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഞങ്ങളാണെങ്കിൽ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്ത് ഒരുപാട് വുഡും ബ്രിഡ്ജിലൊക്കെ വുഡും ബ്രിഡ്ജ് ഓക്കും ഒക്കെ മൈൻഡ് ചെയ്ത് നേരം എൻ്റെ അയൺ പിക്കേസ് ഉണ്ടാ പൊട്ടാറായി. ഒരുപാട് സ്റ്റോണും മൈൻഡ് ചെയ്ത് 38 അയണും മൈൻഡ് ചെയ്ത് ഞാനാണെങ്കിൽ ഇതിൻ്റെ അടി കുടിച്ചപ്പോൾ വലിയൊരു കേവ് ഉണ്ട്. അവിടെ കേവ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ കയറി മൈൻഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പ്ലാനാണ് ഒരു വീടുണ്ടാക്കാം. ഞാൻ കുറച്ച് സ്കെൽട്ടൻസിനെ കൊന്നപ്പോൾ എനിക്ക് ഒരുപാട് ബോണും മറ്റേ ബോയും ഒക്കെ കിട്ടി. സ്കെൽട്ടനെ കൊന്നപ്പോൾ ബോയും ഹെയറോസൊക്കെ കിട്ടി. അങ്ങനെ അതെ, ഇത് പുതിയതെങ്കിലും കിട്ടി. മൂന്ന് സ്കെൽട്ടനെ കൊന്ന്. അപ്പം അത് കണ്ടുകളോട് വിളിച്ച് കുറയാത്ത ഒരു ബോയൊക്കെ കിട്ടി. സ്കെൽട്ടൻ്റെ ബോൺ ഉപയോഗിച്ച് ഞാൻ ബോൺവീലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി. ഞാൻ എന്തിനാണ് ബ്രിഡ്ജിലൊക്കെ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീടുണ്ടാക്കാനായിട്ട് വുഡ് വീടാണ് ഉണ്ടാക്കുന്നത്. വുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാക്കാം. ഞാൻ സ്റ്റോൺ കഴിക്കാൻ വെച്ചിട്ടുണ്ട്, കോബിൾ സ്റ്റോൺ കഴിക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റോൺ വേണം. ഞാൻ ബ്ലാക്ക് സ്മിത്ത് ഹൗസിൽ പോയിട്ട് മറ്റേ കുറച്ച് ഫർണസ് അടിച്ച് മാറ്റി കൊണ്ടുവരാം. പിന്നെ ഈ കുതിര ഉണ്ടാക്കാനുള്ളപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓഫ് ക്യാമറ ഇരുന്നപ്പോൾ ഒരു കുതിര വന്നിരുന്നു. ഇന്നത്തെ റിപ്പോർട്ടറിൽ അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടായിരുന്നില്ല, അവിടെ മറ്റേ ഇതുണ്ടായിരുന്നു, ഹോഴ്സ് ആർമർ. അതിട്ട് പിന്നെ ബ്ലാക്ക് സ്മിത്ത് ഹൗസിൽ സാഡിലുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടപ്പോൾ എനിക്കൊരു കുതിരനെ കിട്ടി. അതപ്പോൾ നന്നായി. കുതിര ചാടിപ്പോയത് കേട്ടോ. ഞാൻ പോരാ. ഞാൻ ഫർണസ് എടുത്തപ്പോൾ ഒരു കായ അടിച്ചത്. നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് ഹൗസിൽ ലാവ ഉണ്ടല്ല, നമുക്ക് ആ ലാവ് വെച്ച് എന്തുകൊണ്ട് ഫുഡ് സ്റ്റോൺ കുക്ക് ചെയ്യാൻ വെച്ചൂടെ, കഴിക്കാൻ വെച്ചൂടെ. നമുക്ക് നേരെ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചല്ല. നമ്മൾ ആണെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കി 2 ഉണ്ടാക്കി. അതിന് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇവിടെ ലാവ് എടുക്കാം. ഓക്കെ, 2 ബക്കറ്റ് ലാവ് റെഡി. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റോൺ ഒരുപാട് കഴിയുന്നുണ്ട്. ലാവ് കിട്ടി, നമുക്ക് നേരെ ലാവ് എടുത്ത് വെക്കാം. നമ്മുടെ ഫർണസ് ഇട്ടില്ല, ഫർണസ് എടുത്ത് അതിനെ മൂളി അതിനെ ചുണ്ടിട്ടുണ്ടോ. ഓക്കെ, എൻ്റെ സ്റ്റോണില്ലേ, കോബിൾ സ്റ്റോണില്ലേ എൻ്റെ കയ്യിൽ. അതുണ്ടായിരുന്നല്ലോ 2 സ്റ്റാക്ക്. എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഈ പോർട്ടലിൻ്റെ അവിടെ നിന്ന് ഞാൻ നേരെ മറ്റേ ഇതൊക്കെ കണ്ടില്ല, സ്റ്റോണിൻ്റെ സാധനം, അതൊക്കെ ഒരുപാട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് ഇത്രയും കിട്ടിയുള്ളൂ. ഞാൻ അയൺ സ്റ്റോൺ ഉപയോഗിച്ച് ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കി. അത് നമുക്ക് ആവശ്യം വരും, നല്ലോണം ആവശ്യം വരും. ഉണ്ടോ സ്റ്റോൺ കട്ടർ എങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറ്റി നോക്കിയിരുന്നു. നമ്മളങ്ങനെ വീടുണ്ടാക്കണം ലാൻഡ് റെഡിയാക്കി. ഇവിടെ വീടുണ്ടാക്കിയാൽ കുഴപ്പമില്ലല്ലേ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. യെസ്, ഇവിടെ തന്നെ ഉണ്ടാക്കാം വീട്. ഓക്കെ, സാധനം ഒപ്പിച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വീടിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. നമ്മൾ 2-3 വർഷം ചത്ത്. ആ സ്കെൽട്ടൻസ് നമ്മളെ വെടി വെച്ച് വന്നു. എൻ്റെ ബെഡ് കാണില്ല, ബെഡ് വെച്ചില്ല. ഞാൻ വീടിൻ്റെ ഇതൊന്ന് ഔട്ട്ലൈൻ വരച്ചിട്ടെ. ഓഫറിൽ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കറക്കി എടുത്തുകൊണ്ട് പോവാ. അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് കറക്കി കൊണ്ടുപോവാം. നമ്മൾ വീടിന് എത്രയും പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ 2ാമത്തെ നില ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ ഗ്രൈൻഡ് പണിക്ക് ശേഷം
ഇത് നിങ്ങൾക്കൊരു 1-2 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കിത് ഒരു ഒന്നര മണിക്കൂറായി ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടുത്താനായിട്ട്. മരാണെങ്കിൽ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ബാക്കി പണി ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് മുസഫ്. ഓക്കെ നമ്മുടെ വീടിൻ്റെ പണി ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം 1 മണി മുതൽ 3:15 ഞാൻ ഫോൺ ഇതിലിരുന്നു. വെറുതെ പറഞ്ഞിട്ടോ 10 മിനിറ്റ് ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ഉണ്ട്. ഓക്കെ ശരിയാക്കാം. സെറ്റാക്കാം. ഇനി തുണി പണിതാലേ നമ്മുടെ വീട് ഫിനിഷ് ആയെന്നല്ല, ഇൻറ്റീരിയർ വർക്കും കൂടി ഉണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അപ്പുറത്തും കൂടി ഒന്ന് വെക്കണം. അതിന് കഴിഞ്ഞാൽ കുറച്ച് പണിയുള്ളൂ. ഇത് ഇങ്ങനെ ചെറുക്കണം. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടില്ല. ഇത് മറയ്ക്കാൻ വേണ്ടി ഈ ഡയോറൈറ്റില്ല എന്താ സൈറ്റ് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇനി ബാക്കി ജോലി സിമെട്രി സെറ്റാക്കാം. ഈ കളർ കൊള്ളൂല. ഞാൻ മറ്റേ ഓക്ക് ലോഗ് എടുത്ത് സെറ്റാക്കിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. എൻ്റെ ആർമറിൻ്റെ പകുതി പോയി, ഗോൾഡിൻ്റെ ഇത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് അതൊക്കെ ഒപ്പിക്കാം. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെക്കാനായിട്ട് മറ്റേ ഇത് വേണം, ലാൻഡേൺ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഓഫ് ക്യാമറയിൽ നിന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിച്ചോളാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മഞ്ഞത്തറി പോയിട്ട് വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരുപാട് വുഡും ഒക്കെ മൈനിങ്ങിനും അടുത്ത എപ്പിസോഡിൽ ഓൺ ക്യാമറയിൽ ഞാൻ 3 പോവും, ഓഫ് ക്യാമറയിൽ മൈനിങ്ങിനും പോവും. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും മൊത്തത്തിൽ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ലെസ് എപ്പിസോഡ് എടുത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.